മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലെ വിവിധ വിദ്യാലയങ്ങളിലും വിവിധ ക്ഷേത്രങ്ങളിലും സംഘടനകളുടെ ആഭിമുഖ്യത്തിലുമെല്ലാം ധാരാളം പ്രഭാഷണ പരിപാടികൾ, പരമ്പരകളുണ്ടായിരുന്നു. അവാച്യമായിട്ടുള്ളൊരു അനുഭൂതിയാണ്, അനുഭവങ്ങളാണ് ഈ പ്രദേശത്തെല്ലാം നേരിട്ട് കാണാനും കേൾക്കാനും അനുഭവിക്കാനും സാധിച്ചത്. ഇന്നുവരെ അത്രയ്ക്കും സാധാരണമല്ലാത്ത വിധത്തില് കുറേ അധികം പരിപാടികൾ പാലക്കാട് സംഘടിപ്പിച്ചതിൽ ലയൺസ് സ്കൂളിലെ ഗ്രൗണ്ടിൽ നടന്ന 2 പരിപാടികൾ ഒഴികെ ബാക്കിയെല്ലാം ക്ഷേത്രങ്ങളിലും സംഘടനകളിലും അസാധാരണമാം വിധത്തിൽ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ഇടതുപക്ഷ ഭരണാധികാരികൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളിലായിരുന്നു പ്രഭാഷണം മുഴുവനും നടന്നത്. വളരെ നന്മ നിറഞ്ഞ നല്ല രീതിയിലുള്ള പ്രതികരണമുണ്ടായി. പകല് നടന്ന പ്രഭാഷണങ്ങളിലും രാത്രിയുടെ ആരംഭം മുതൽക്ക് 10 മണി വരെ നീണ്ടുനിന്ന പ്രഭാഷണങ്ങളിലുമെല്ലാം ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്തു എന്നുള്ളത് ഒരു അത്ഭുതകരമായിട്ടുള്ള, സംതൃപ്തമായിട്ടുള്ള ഒരു അനുഭവം ആയിരുന്നു. അനുഭവത്തിന്റെ പരമ്പരയായിരുന്നു. മറ്റെല്ലാ ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായ എന്ന് ഞാൻ എന്നും പറയാറുള്ള ആ പാലക്കാട് ജില്ലയിലെ, അതും സാധാരണ നിഷ്കളങ്കരായ ജനങ്ങളുടെ മനസ്സിൽ നിറച്ചും ഒരു തരത്തില് ഇടതുപക്ഷ യുക്തിവാദ, നിരീശ്വരവാദ ചിന്താധാരകൾ നിറച്ചു വച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മുടെ പൈതൃകം പഠിക്കണമെന്നും അത് ഉൾക്കൊള്ളണമെന്നും പ്രചരിപ്പിക്കണമെന്നും അത് പ്രചരിപ്പിക്കുന്ന വ്യക്തികളെ ക്ഷണിക്കണമെന്നും 1000 ആണ്ട് മുമ്പ് വായിച്ചിരുന്ന, എഴുതിയിരുന്ന ഭാഗവതം പോലെയുള്ള ഗ്രന്ഥങ്ങൾ 7, 8, 9 ദിവസം നീണ്ടു നിൽക്കുന്ന സപ്താഹമായിട്ട് വായിക്കണമെന്നും അതിൽ ജനങ്ങളെ പങ്കെടുപ്പിക്കണമെന്നും ജനങ്ങൾക്ക് അതുപോലെയുള്ള സംരംഭങ്ങൾ വിജയിപ്പിക്കണമെന്നും തോന്നുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ഗംഭീരമായിട്ട് പാലക്കാട് ജില്ല മാറുന്ന കാഴ്ച നേരിട്ട് കാണാൻ സാധിച്ചു. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള അനുഭവമായിരുന്നു എന്ന് എടുത്തു പറയാൻ കാരണം അനവധി യുവാക്കള്, കോളേജ് വിദ്യാർത്ഥിനികള് അവര് പൂർണ്ണസമയം വന്ന് നിൽക്കുകയും അല്ലെങ്കിൽ ഇരിക്കുകയും, ഒരു സ്ഥലത്തും ഇരിക്കാൻ കസേര മതിയായില്ല. ഭൂരിഭാഗം വ്യക്തികളും നിൽക്കേണ്ടി വന്ന അവസ്ഥയിൽ അവരോടെല്ലാവരോടും അറിയിച്ചത്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ BJPക്കാരോ DYFIക്കാരോ ആരാണെങ്കിലും ശരി, അവിടെ തന്നെ നിലനിൽക്കുക, ആരെ വേണമെങ്കിലും ജയിപ്പിക്കുക, ആരെ വേണ്ടെങ്കിലും തോൽപ്പിക്കുക, പക്ഷെ ഈ നാടിന്റെ പൈതൃകം നിങ്ങളുടേതുമാണ് എന്ന വ്യക്തമായ ബോധമുണ്ടാവണം. 6 മക്കളെ ഒരുമിച്ച് അമ്മയുടെ ചുറ്റും നിന്ന് അതിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ അമ്മയെ ബഹുമാനമില്ല എന്ന് വേണമെങ്കിൽ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ അമ്മ ഞങ്ങളുടേതല്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമില്ല.
ഭാരതം എന്ന രാഷ്ട്രം, ഭാരതീയ സംസ്കൃതി, ഭാരതത്തിലെ ഗ്രന്ഥങ്ങൾ, ഭാരതത്തിലെ നന്മ നിറഞ്ഞ സാംസ്കാരിക മൂല്യങ്ങൾ, ഇനി ഭാരതത്തിലെ തിന്മ നിറഞ്ഞത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഈ ഭാരതീയരുടെ തന്നെ അവകാശമാണ്, അവരുടെ പൈതൃകമാണ്. ഇതവിടെ എടുത്തെടുത്ത് ഞാൻ പറയേണ്ടായി. ഭാരതത്തിലെ സൗദി അറേബ്യ എന്ന് ആരും വന്നിട്ടില്ല. ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇവിടെ ഹിന്ദുക്കളായിരുന്നവരാണ്. ഇവിടെ യെരുശലേമിൽ നിന്നും ഇസ്രായേലിൽ നിന്നും വന്ന ഒരു ക്രിസ്ത്യാനിയുമില്ല. ഇവിടെ തന്നെ ഹിന്ദു ആയിരുന്നവരാണ് ഇപ്പൊ ക്രിസ്ത്യാനികളായിരിക്കുന്നത്. റഷ്യയും ചൈനയുമെല്ലാം തൂത്തെറിഞ്ഞ ആ കമ്മ്യൂണിസം ഇപ്പൊ കേരളത്തിൽ ഭാരതത്തിൽ കൊണ്ടു നടക്കുന്നവരാരും തന്നെ വിദേശത്തു നിന്ന് വന്നവരല്ല, ഇവിടെയുള്ള ഹിന്ദുക്കൾ തന്നെയാണ്. അതുകൊണ്ട് ആ പൈതൃകത്തിൻ്റെ നന്മകൾ നിരന്തരം പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് അതിനായിട്ട് പ്രവർത്തിച്ച് പ്രതികരിക്കണം. ഇതായിരുന്നു പാലക്കാടിലും തൃശ്ശൂരിലും നടന്ന എല്ലാ പ്രഭാഷണങ്ങളിലും പറഞ്ഞത്. എത്രത്തോളം പഠിക്കാൻ സാധിക്കുമോ അത്രത്തോളം ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ പഠിക്കണം. ആധുനിക നന്മകളോടൊപ്പം പുരാതനമായ നന്മകളും ചേർക്കണം. ആധുനിക തിന്മകൾ തിരസ്കരിക്കുന്നത് പോലെ പുരാതനമായ തിന്മകളും തിരസ്കരിക്കണം. തിന്മകൾ അകത്തുള്ളതാണെങ്കിലും പുറത്തുള്ളതാണെങ്കിലും തിരസ്കരിക്കണം. നന്മകൾ അകത്തുള്ളതാണെങ്കിലും നിലനിർത്തണം, പുറത്തുള്ളതാണെങ്കിലും സ്വീകരിക്കണം. എൻ്റെ ദൈവം മാത്രം ശരി, എൻ്റെ വഴി മാത്രം ശരി, എൻ്റെ ധാരണകൾ മാത്രം ശരി, എൻ്റെ പുസ്തകം മാത്രം ശരി, എൻ്റെ ദൈവം മാത്രം ശരി എന്ന് പറയുന്നവരെ കുറിച്ചും അതിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുപോകുന്നവരെ കുറിച്ചും ചിന്തിക്കണം. വളരെ വസ്തുതാപരമായിട്ട് വിവരിച്ചു കൊടുത്തതെല്ലാം മുമ്പിലിരുന്നവരും പ്രഭാഷണത്തിനായി എന്നെ ക്ഷണിച്ചവരും ഇതെല്ലാം സംഘടിപ്പിച്ചവരും അതിനുവേണ്ടി നിരന്തരം പ്രവർത്തിച്ചവരും എല്ലാവരും ഉൾക്കൊണ്ടു എന്ന് തോന്നുന്നു. എന്നാൽ തൃശ്ശൂര് വടക്കാഞ്ചേരിക്കടുത്ത് ഒരു ക്ഷേത്രത്തിൽ മാത്രം എൻ്റെ പ്രഭാഷണം നടത്തിയപ്പോൾ ആ അമ്പല കമ്മിറ്റിയിലെ ആകെ 10 പേരുള്ളതിൽ 4-5 മാർക്സിസ്റ്റ് പാർട്ടിക്കാര് മാറി നിന്നു എന്ന് കേട്ടു. അവരുടെ അഭിപ്രായ വ്യത്യാസം അറിയിക്കുകയും ചെയ്തു. പക്ഷെ പരിപാടി സംഘടിപ്പിക്കരുതെന്ന് പറഞ്ഞില്ല, അതിനോട് സഹകരിച്ചില്ല. അത് വടക്കാഞ്ചേരിക്കടുത്ത് നടന്നൊരു സംഭവം ഒഴികെ ബാക്കി എല്ലായിടത്തും. പക്ഷെ അതേ ക്ഷേത്രത്തിലും ധാരാളം വ്യക്തികൾ വർക്കിംഗ് ഡേ ഉച്ചയ്ക്ക് കൃത്യം 2 മണിക്ക് ആരംഭിച്ച പ്രഭാഷണത്തില് അമ്പലത്തിലെ ഗ്രൗണ്ട് നിറഞ്ഞ് കവിയുന്നത്രയും ആൾക്കാരുണ്ടായിരുന്നു. നല്ല രീതിയിൽ നമ്മുടെ പൈതൃകം ജനത സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. ആ പൈതൃകം കഴിഞ്ഞ തലമുറ നമ്മളെ ഏൽപ്പിച്ചത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനുള്ള മഹായജ്ഞത്തിൽ പങ്കെടുക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. അത് അവിടെയുള്ളവര് സ്വീകരിക്കുകയും ചെയ്തു. പ്രണാമം, നമസ്കാരം.